വെൽക്കംസ് ടു ആമീസ് ഫാം. കഴിഞ്ഞ വീഡിയോയിൽ ഹൗ ഫാർ ഈസ് ദ റിവറിലെ ടെക്സ്റ്റുവൽ എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതുപോലെ അതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ എന്തായാലും 7th സ്റ്റാൻഡേർഡിലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട്. താങ്ക് യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? റിവർ കാണുന്നതിനെ ആ ബോയിനെ തടഞ്ഞത് എന്താണ്? പ്രിവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ തടയുക. തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. തിക്ലി ഫോറസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിറച്ചു മരങ്ങളായിട്ട് നിൽക്കുന്ന ആ മലയാണ് ആ റിവറിനെ കാണാൻ ബോയിനെ തടഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജസ്? ആ വില്ലേജിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്താണ് ആ റിവറിനെ പറ്റിയിട്ട് ആ ബോയ് കേട്ടത്? ദ ബോയ് ഹിയർഡ് അബൌട്ട് ദ ഫിഷ് ആൻഡ് റോക്സ് ഇൻ റിവർ. ആ നദിയിലുള്ള മീനുകളെ പറ്റിയിട്ടും അതുപോലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചിട്ടാണ് ആ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ആ ഗ്രാമവാസികളുടെ കയ്യിൽ നിന്ന് ഈ ബോയ് കേട്ടത്. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ്? ബെയർ ഫൂട്ടഡ് എന്ന് പറയുമ്പോൾ നഗ്നപാതനായിട്ട്. നമ്മൾ ഇതിൻ്റെ എല്ലാ മീനിങ്സും കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ കണ്ട് ആ മീനിങ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കുക. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ്? നഗ്നപാതനായിട്ട് നടക്കാൻ എന്തുകൊണ്ടാണ് കുട്ടി ഇഷ്ടപ്പെട്ടത്? ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺ ആൻഡ് കൂൾ ഗ്രാസസ്. തണുത്ത കല്ലുകളുടെ അതുപോലെ തന്നെ തണുപ്പുള്ള ഈ ഗ്രാസസ് പുല്ലുകളുടെയും ആ ഒരു തണുപ്പ് അവന് ഇഷ്ടമായി. ആ ഒരു ഫീല് കിട്ടാനായിട്ടാണ് അവൻ നഗ്നപാതനായിട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ നടന്നത്. ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? റിവറിനെ കാണാനുള്ള ഒരു ചാൻസ് എങ്ങനെയാണ് ആ ബോയ്ക്ക് കുട്ടിക്ക് കിട്ടിയത്? ഹി ഗെറ്റ് എ ചാൻസ് വെൻ ഹിസ് പാരൻസ് ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ പോയപ്പോഴാണ് അവനൊരു ചാൻസ് കിട്ടി, അവൻ്റെ പാരൻസ്. ആൻഡ് ദ എൻറ്റയർ ഡേ ഹി വാസ് അലോൺ അറ്റ് ഹോം. എൻറ്റയർ ഡേ എന്ന് പറയുമ്പോൾ ഒരു ഡേ മുഴുവൻ. അപ്പോൾ ആ ഒരു മുഴുവൻ ദിവസം അവൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ദേ വുഡിൻ നോ വേർ ഹി ഹാഡ് ബീൻ. അതുകൊണ്ട് അവൻ്റെ പാരൻസിന് അറിയില്ല അവൻ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല. അവർ വിസിറ്റ് ചെയ്യാൻ പോയേക്കാണല്ലോ. ഈ ചാപ്റ്റർ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് വീഡിയോ പോയി കാണണം. അതിൽ നമ്മൾ കറക്റ്റ് മീനിങ്ങും ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് വിശകലനം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടും. നോക്കാം. ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ടു ഗോ ടു റിവർ? നദിയെ കാണാൻ ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടീനെ എൻകറേജ് ചെയ്ത് ഈ മരം വെട്ടുകാരൻ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ, വുഡ് കട്ടർ ഡിഡിൻ എൻകറേജ് ദ ബോയ്. ഇല്ല, വുഡ് കട്ടർ ഒരിക്കലും എൻകറേജ് ചെയ്തില്ല. ഇനി ഇവിടെ അവർ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. കാരണം ആൾ പറയുന്നുണ്ട്, നീ ഇപ്പോൾ രാവിലെ പോയിട്ട് വരുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റ് ആവും. അതുമാത്രമല്ല 3-3.5 മണിക്കൂറോളം അങ്ങോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ കുട്ടി നന്നായിട്ട് നടക്കുന്നൊരു കുട്ടിയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ആൻസർ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നോ. അതെന്തുകൊണ്ടാണ്? ദ ലൈൻസ്, ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. ഇവിടെ കുട്ടി നടന്നിരുന്നത് വീട്ടിൽ നിന്ന് സ്കൂൾ വരെയാണ്. അത് 1 മൈലിനേക്കാൾ അപ്പുറം അല്ല. 1 മൈൽ എന്നൊക്കെ പറയുമ്പോൾ കിലോമീറ്റർ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വാക്കാം. സോ ഹി വാസ് നോട്ട് എ ഗുഡ് വാക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദയർ ഓൺ. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ മീൻ? ഹാൻഡ്സ്, ആ കൈകൾ അവരുടേതായ ഒരു ലാംഗ്വേജിൽ, ഭാഷയിൽ സംസാരിക്കുന്നു. എന്താണ് ഈ എക്സ്പ്രഷൻ കൊണ്ട് പറയുന്നത്? ദിസ് എക്സ്പ്രഷൻ മീൻസ് ബാംഗിൾസ് ഓഫ് ഗേൾ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്. നമ്മൾ അതിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കഥയിൽ. ആ പെൺകുട്ടി നടക്കുന്നതിനനുസരിച്ച് ആ കുട്ടിയുടെ കൈയുമുള്ള വളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദങ്ങൾ ഉയർത്താൻ തുടങ്ങി. അതാണ് ഇവർ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ദ ഓതർ ടു ഡിസ്ക്രൈബ് ദ ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഫ്ലോനെ, ഒഴുക്കിനെ ഇവിടെ നമ്മുടെ ഓതർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. അതിൽ നമുക്ക് അതിലുണ്ട്, നമുക്ക് മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ തുള്ളിയായിട്ട് മലമുകളിൽ നിന്ന് വീഴുക. നെക്സ്റ്റ്, വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? വാട്ട് മെയ്ഡ് ദ ബോയ് തേഴ്സ്റ്റി? ശരിക്കും ആ കുട്ടിക്ക് ദാഹിച്ചിരുന്നോ? എന്താണ് ആ കുട്ടിക്ക് കൂടുതൽ ദാഹം വരാൻ വേണ്ടി കാരണം? ഹി വാസ് തേഴ്സ്റ്റി ബട്ട് വെൻ ഹി ബിഗൻ ടു ഡ്രിങ്ക് വാട്ടർ ഇറ്റ് ഈസ് മോർ കോൾഡ് ആൻഡ് റീഫ്രഷിങ്. ഇറ്റ് മേക്സ് ഹിം മോർ തേഴ്സ്റ്റി. ശരിക്കും അവന് ദാഹം ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ആ വെള്ളം നല്ല തണുപ്പും നല്ല റീഫ്രഷിങ് എന്ന് പറയുമ്പോൾ ഉന്മേഷം ഉണർത്തുന്നതായിട്ടുള്ള വെള്ളമായിരുന്നു. മലമുകളിൽ നിന്നുള്ള വെള്ളമാണല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവനുണ്ടായിരുന്ന ദാഹം ഒന്നും കൂടി. വൈ വാസ് ദ ബോയ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ? പകുതിയോളം വഴി പിന്നിട്ടു എന്ന് അവൻ എന്തായിരുന്നു തോന്നിയത്? ദ വുഡ് കട്ടർ ഓൾറെഡി ടോൾഡ് ഹിം
ഇറ്റ് വുഡ് ടേക്ക് 3 hours ടു റീച്ച് റിവർ. ഓൾറെഡി ആ മരമെട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 മണിക്കൂറോളം ആ റിവറിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നു. ആൻഡ് ഹി ഹാഡ് വർക്ക്ഡ് ഓവർ ആൻ ഹവർ. അവൻ എവിടെ എത്തി? 1 മണിക്കൂറൊക്കെ കൂടുതലായി നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവന് മനസ്സിലായി ഓൾറെഡി ഒരു ഹാഫ് ദ വേ ആയിന്ന്, പകുതിയോളം എത്തിയെന്ന്. നെക്സ്റ്റ്, ദ ബോയ് അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്, ഓഫറിങ് 1 portion ടു ദ വില്ലേജ് ബോയ്. അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബ്രെഡിൻ്റെ ലോഫ്, ഒരു പീസ് അവൻ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവൻ പൊതി മാറ്റി, എന്നിട്ട് ഒരു പോർഷൻ എന്ത് ചെയ്തു? ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. ഓക്കെ, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹിയർ. ഇവിടെ അവൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡാണ് റിവീൽ ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നത്? ഷെയറിങ് മെൻറ്റാലിറ്റി ആൻഡ് കൈൻഡ് ഹേർട്ടഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബോയ്. അപ്പോൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആളുടെ കയ്യിൽ ഷെയറിങ് മെൻറ്റാലിറ്റി അല്ലേ, പങ്കുവെക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. ആൻഡ് കൈൻഡ് ഹേർട്ടഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബോയ്, അതുമാത്രമല്ല നല്ലൊരു മനസ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ദയ, അതുപോലെ തന്നെ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡും. ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് ദ നീഡി? ഡിസ്ക്രൈബ് സച്ച് എക്സ്പീരിയൻസ് ഇഫ് എനി. നിങ്ങൾ ഇതുപോലെ, നീഡി എന്ന് പറയുമ്പോൾ ആവശ്യക്കാർ, ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഒരു അനുഭവം. അപ്പോൾ ഇത് നിങ്ങളെ ആൻസർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ അവിടെ ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ജസ്റ്റ് വായിക്കുക, നോക്കുക, എന്നിട്ട് നിങ്ങളുടെ രീതിയിൽ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. എ ഫ്യൂ ഇയേഴ്സ് ബിഫോർ വി ഹാഡ് എ ഫാമിലി ട്രിപ്പ് ടു ഊട്ടി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ്, കുടുംബമായിട്ട് ഒരു ട്രിപ്പ് പോയി. എങ്ങോട്ട്? ഊട്ടിക്ക്. അറ്റ് ദാറ്റ് ടൈം ഫ്രം മോർണിംഗ് ടു ഈവനിങ് വി വിസിറ്റ് മെനി ടൂറിസ്റ്റ് സ്പോട്ട്. ഞങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് പോകാറുള്ള ഒരുപാട് സ്പോട്ടിൽ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. വെൻ ഇറ്റ് കംസ് ലഞ്ച് ടൈം വി എൻറ്റേർഡ് എ ഹോട്ടൽ ആൻഡ് ഓർഡർ ഫുഡ്. ഞങ്ങൾ ലഞ്ച് ടൈം, ഉച്ചഭക്ഷണത്തിനുള്ള സമയമായപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. വൈൽ ഈറ്റിംഗ് ഫുഡ് ഐ സോ എ പുവർ ബോയ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ഹോട്ടൽ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പാവപ്പെട്ട കുട്ടി ഹോട്ടലിൻ്റെ പുറത്ത് നിൽക്കുന്നത് കണ്ടു. ആൻഡ് ബഗ്ഗിങ് ഫോർ ഫുഡ്, എന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്. ഐ ഫെൽറ്റ് സാഡ് ആൻഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് മൈ പാരൻസ് ഐ ഗേവ് മൈ ഫുഡ് ടു ഹിം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ പാരൻസിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫുഡ് ആ കുട്ടിക്ക് കൊടുത്തു. ഹി ബിക്കംസ് വെരി ഹാപ്പി, ഐ കാൺ ഫോർഗെറ്റ് ദാറ്റ് മൊമെൻറ്റ്. അവന് ഒത്തിരി സന്തോഷമായി, എനിക്ക് ആ ഒരു മൊമെൻറ്റ് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒന്ന് എഴുതിയതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് എഴുതാണ്ടിരിക്കാൻ പറ്റില്ല, ട്രൈ ചെയ്ത് നോക്കുക. വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ അധികം ഉത്സാഹമില്ലാതിരിക്കുക, നിരുത്സാഹം. എന്തുകൊണ്ടാണ് അവന് തോന്നിയത്? വെൻ ദ വില്ലേജ് ബോയ് ഹാഡ് ഗോൺ ഹി ഫീൽ ലോൺലിനെസ്. ആ വില്ലേജ് ബോയ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അവൻ പോയപ്പോൾ ഇവന് ആകെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുക. ഹിസ് ഹോം വാസ് ആൽസോ ഹിഡൻ ഫ്രം ഹിസ് വ്യൂ. അതുമാത്രമല്ല അവൻ്റെ വ്യൂവിൽ നിന്ന്, അവൻ്റെ നോട്ടത്തിൽ നിന്ന് ആ ഒരു വീട്, അവൻ്റെ വീടും മറഞ്ഞിരിക്കുന്നു. സോ ഹി ഫീൽ ഡിസ്കറേജ്. അപ്പോൾ എന്ത് ചെയ്തു? അവനെ ആകെ നിരുത്സാഹം ഫീൽ ചെയ്തു. ഇനി ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. വൈ? ആ ഒരു സൈലൻറ്റ്, കാട്ടിലെത്തിയതിന് ശേഷം ആ ഒരു സൈലൻറ്റ് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. ഇംപ്രസീവ് എന്ന് പറയുമ്പോൾ സ്വാധീനിക്കുക, മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൈറ്റനിങ്, പേടിയുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഹി വാസ് അലോൺ ഇൻ ദ ഫോറസ്റ്റ്. അവൻ ഒറ്റയ്ക്കായിരുന്നു ആ കാട്ടിൽ. സോ ഹി ഫീൽ ഫ്രൈറ്റൻ. അതുകൊണ്ട് അവന് പേടിയായി. ബട്ട് ഹി ലവ്സ് നേച്ചർ. അവന് നേച്ചറിന് ഒരുപാട് ഇഷ്ടമാണ്, പ്രകൃതിയെ ഒരുപാട് ഇഷ്ടമാണ്. സോ ദ സൈലൻസ് ഇംപ്രസ്ഡ് ഹിം. അതുകൊണ്ട് തന്നെ ആ ഒരു സൈലൻസ് അവനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു, സ്വാധീനിച്ചു. ഇനി വാട്ട് ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്? അവിടുത്തെ ആ ഒരു സൈലൻസിനെ ബ്രോക്ക് ചെയ്ത് എന്താണ്, തകർത്തത് എന്താണ്? റോറിങ് സൗണ്ട് ഓഫ് റിവർ. റിവറിൻ്റെ റോറിങ് സൗണ്ട്, ഇങ്ങനെ കല്ലിൻ്റെ പാറകളുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ആ ഒരു സൗണ്ട്. ബ്രോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്. ആ ഒരു സൗണ്ടാണ് ആ സ്പേസിൻ്റെ സൈലൻസിനെ ബ്രോക്ക് ചെയ്തത്. ദ ബോയ് സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. വൈ? സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞാൽ ഇടറി വീഴുക, സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ വഴുക്കുക. അപ്പോൾ അവൻ പോകുന്ന വഴിയിൽ അവനിങ്ങനെ ഇടറി വീണു, അതുപോലെ തന്നെ സ്ലിപ്പായി. പക്ഷെ എന്നാലും അവൻ ഓടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ഹി വാസ് എ നാച്ചുറൽ ലവർ. അവൻ ഒരുപാട് പ്രകൃതി സ്നേഹിയാണ്. ഹിസ് എയിം വാസ് ടു റീച്ച് റിവർ. അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആ നദിയിലെടുത്ത് എങ്ങനെയായാലും എത്തണം. ഹി ഓവർകം ഹിസ് ഒബ്സ്റ്റക്കിൾസ് ത്രൂ ഹിസ് ജേണി. അതുകൊണ്ട് തന്നെ അവൻ്റെ യാത്രയിലുള്ള എല്ലാ തടസ്സങ്ങളെയും അവൻ ഓവർകം ചെയ്തു. ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ മറികടക്കുക, തരണം ചെയ്യുക. ഇനി ഐഡൻറ്റിഫൈ ദ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. വെള്ളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ, വൈറ്റ്, വണ്ടർഫുൾ. ഇത് ആ ചാപ്റ്ററിൽ, ആ പാരഗ്രാഫിലുണ്ട് കേട്ടോ. ദ വാട്ടർ ഇൻ ദിസ് റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം? ഇഫ് നോട്ട്, വൈ? അതിലുള്ള വെള്ളം ഒരുപാട് ക്ലീൻ ആയിട്ടും അതുപോലെ ബ്രൈറ്റ് ആയിട്ടും നമുക്ക് നന്നായിട്ട് തിളങ്ങി കാണാനുണ്ട്.
ക്ലീനായിട്ട് ശുദ്ധിയോട് കൂടിയിട്ട് നമ്മുടെ അവിടുത്തെ നദികളും ഇതുപോലെയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? നോ, അല്ല. ബിക്കോസ് നവേ ഡേയ്സ് റിവേഴ്സ് ആർ പൊല്യൂട്ടഡ് ബൈ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ്. ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ വേസ്റ്റൊക്കെ കൊടുന്നിട്ടിട്ട് നമ്മുടെ റിവേഴ്സ് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ആക്ടിവിറ്റീസാണ് കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി, യു ഹാവ് റീഡ് ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ, ഹാവ്ൻഡ് യു? നൗ ട്രൈ ടു റിമെമ്പർ ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്യൂട്ടബിൾ. അപ്പം നിങ്ങളെല്ലാവരും ആ സ്റ്റോറി വായിച്ചില്ലേ, ഹൗ ഫാർ ഈസ് ദ റിവർ? ഇനി അത് വെച്ചിട്ട് ഈ ഒരു കോളംസ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ ബോക്സിൽ ദ സെൻറ്റൻസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്, നിങ്ങളെ സ്വാധീനിച്ച സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്, ഞാനൊരു 3 എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക്, അവൾ ധരിച്ചിരുന്ന ആ വളകൾ എന്തുണ്ടാക്കി? മ്യൂസിക്, ഗാനം, പാട്ട് ഉണ്ടാക്കി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ഹിൽ സൈഡ്, മലമുകളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളങ്ങൾ വന്നു തുടങ്ങി. എ സഡൻ റോറിങ് സൗണ്ട് ഓഫ് റിവർ, റിവറിൻ്റെ റോറിങ് സൗണ്ട്, ആ പാറകളുടെ മുകളിൽ കൂടെയൊക്കെ വരുന്ന ആ ഒരു സൗണ്ട്. ദ മൊമെൻറ്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു മൊമെൻറ്റ് ഏതായിരുന്നു? സന്ദർഭം ഏതായിരുന്നു? ദ ബോയ് വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ, നമുക്കറിയാം അവസാനം എന്ത് ചെയ്തു? ഇത്രയും ദൂരം അവൻ നടന്നു വന്നിട്ട് അവൻ്റെ കാൽ ഉപ്പിറ്റിയോളം കണ്ണം കാലോളം വെള്ളത്തിൽ ഇട്ടു. ആ വെള്ളം എങ്ങനെയുണ്ടായിരുന്നു? നല്ല തണുപ്പായിരുന്നു. പെയിൻഫുള്ളി കോൾഡ്, തണുപ്പ് കൂടിക്കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ആ ഒരു മൊമെൻ്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. ദ ക്യാരക്ടേഴ്സ് ഹൂ ടച്ച്ഡ് യുവർ ഹാർട്ട്, നിങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തിയ കഥാപാത്രങ്ങൾ ആരൊക്കെ? നമുക്കറിയാം ദ ബോയ്, ആ മലകളൊക്കെ നടന്ന് റിവറിനെ കാണാൻ വന്നെത്തിയ കുട്ടി. ദ വില്ലേജ് ബോയ്, പകുതി വെച്ചിട്ട് ആ ബോയ് കണ്ടുമുട്ടിയ ആ കുട്ടി. ദ ഗേൾ, ഒരു ഗേളിനെയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്, ആ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നുപോയ ചിത്രങ്ങൾ. നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമ്മളത് ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കില്ലേ, അങ്ങനെയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരുപാടുണ്ടാവും, ഞാനതിൽ 2 എഴുതിയിട്ടുണ്ട്. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കം ഫ്രം ഹിൽ സൈഡ്, ആ മലമുകളിൽ നിന്ന് ഇറ്റിറ്റായിട്ട് വീഴുന്ന വെള്ളം. ദ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ ദാറ്റ് റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ്, ആ തല ഉയർത്തി നിൽക്കുന്ന ഡാലിയ. ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾക്കും തോന്നാം കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് എ ബോയ് ആഫ്റ്റർ ഹിസ് നാച്ചർ വാക്ക്, റീഡ് ഇറ്റ്. ഇവിടെ ഒരു പ്രകൃതിയിലൂടെയൊക്കെ നടന്നു വന്ന ഒരു കുട്ടിയുടെ ചിന്തകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ ഇപ്പം അടുത്ത്. ഐ വിസിറ്റഡ് എ മൗണ്ടെയിൻ വാലി, ഓക്കെ, താഴ്വാരങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. The magnificent valley of Kashmir, it was surrounded by snow-capped lofty mountain which made it a land of spring and beautiful lake. For a moment, I wondered whether I was in heaven. Really, Kashmir is a land of paradise. ഇവിടെ പറയുന്നത് കാശ്മീരിലെ താഴ്വാരങ്ങളിൽ ആ കുട്ടി ചെന്നിരുന്നു. അപ്പോൾ അവിടെ എന്താ കണ്ടേ? സ്നോ ക്യാപ്ഡ് ലോഫ്റ്റി മൗണ്ടെയിൻ, മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന മൗണ്ടെയിൻസ്. അതുപോലെ തന്നെ എന്താണ്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സ്, കുഞ്ഞു കുഞ്ഞു നദികൾ കണ്ടു, മനോഹരമായ നദികളൊക്കെ കണ്ടു. ഇനി ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിനെ കണ്ടപ്പോൾ, കാശ്മീരിനെ കണ്ടപ്പോൾ ശരിക്കും ഒരു സ്വർഗ്ഗമായിട്ടാണ് ആ കുട്ടിക്ക് തോന്നിയത്, ഭൂമിയിലെ ഒരു സ്വർഗ്ഗമായിട്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഫ്രേസസ് ഹി യൂസസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്, റൈറ്റ് ദം ബിലോ. അവൻ്റെ ചിന്തകളെ ഉണർത്തുന്ന അല്ലെങ്കിൽ അതിനെ പറയുന്ന എന്തെങ്കിലും വേർഡ്സ് ഈ ഒരു പാരഗ്രാഫിലുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. Magnificent Valley of Kashmir, snow-capped lofty mountain, a land of spring, land of paradise. സ്വർഗം പോലുള്ളൊരു സ്ഥലം, അതുമാത്രമല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന മല, പിന്നെന്താ? നല്ല ഭംഗിയുള്ള താഴ്വാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോയ് ഹൂ ഗോസ് ഇൻ സെർച്ച് ഓഫ് ദ റിവർ ഫീൽ ഡിസ്കറേജ്ഡ് when he misses the village boy. He looks up and down the mountain path but sees no one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be his thought of the time? Write them below. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ആ റിവറിലേക്ക് നടന്നകലുമ്പോൾ ആ കുട്ടിക്ക് ആകെ നിരുത്സാഹം തോന്നി. കാരണം എന്താ? കൂടെ ഉണ്ടായിരുന്ന ആ വില്ലേജ് ബോയ് പോയി. പിന്നെ അത് മാത്രമല്ല, വഴിയിലും ആരും കാണാനില്ല, ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഇനി നടക്കണ്ടേ. അപ്പോൾ ആ കുട്ടിക്ക് ആകെ ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. അപ്പോൾ ആ കുട്ടിക്കുണ്ടായിരുന്ന ചിന്തകൾ എന്തായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. I am alone at the forest. Village boy had gone. ഞാൻ ഈ ഫോറസ്റ്റിൽ ഒറ്റയ്ക്കായി. വില്ലേജ് ബോയ് ഹാഡ് ഗോൺ. ആ വില്ലേജിൽ നിന്ന് ഒരു കുട്ടീനെ പരിചയപ്പെട്ടില്ലേ, ആ കുട്ടി പോയി. ഇഫ് ഹീ ഈസ് വിത്ത് മീ അലോങ് മൈ പാത്ത് ഇറ്റ് വിൽ ബി മേക്ക് മീ റിലാക്സ് ആൻഡ് ബ്ലെസ്സിങ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു, റിലാക്സേഷൻ ആയിരുന്നു. ആ കുട്ടിയും കൂടിയും എൻ്റെ കൂടെ ഈ പാത്തിലെ വഴിയിൽ ഉണ്ടായിരുന്നെങ്കിൽ. ഐ ക്യാൻ സീ മൈ ഹോം ഓർ റിവർ. എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വീടും കാണാനില്ല, മുന്നിൽ ആ റിവറും നദിയും കാണാനില്ല. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ റിവർ. ഇനി എത്ര സമയം എടുക്കും ആ റിവറിലേക്ക് എത്തണമെങ്കിൽ. ഐ കാൺട്ട് സീ എനി വൺ ഹിയർ. എനിക്കിവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഐ ഫീൽ അലോൺ. ഐ ഹോപ്പ് ഐ വിൽ റീച്ച് സൂൺ. എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് ഞാൻ ആ റിവറിൽ എത്തുന്നു. ഇതൊക്കെ ആ കുട്ടി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എയും ബി 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. എയിൽ നോക്കാം. ദ പാത്ത് വാസ് സ്റ്റീപ്പ്. ഇറ്റ് വാസ് എ ഡിസി വിൻഡിങ് വൺ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺ. ദ ട്രീസ് were wound in creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp but very refreshing. അപ്പോൾ ഇതിൽ ആ കുട്ടി നടന്നു വന്ന വഴികളിൽ കണ്ട ഓരോ കാഴ്ചകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ്? ഒഴുകി വന്ന വെള്ളങ്ങൾ, തുള്ളി തുള്ളിയായി വീഴുന്ന വെള്ളങ്ങൾ, ഡാലിയ പൂ ഇങ്ങനെ വിടർന്ന് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല നിറച്ച് പച്ചപ്പ് പിടിച്ച ഒരു നിലം താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി എന്താ? നല്ല തണുപ്പും ഉന്മേഷവും ഉണ്ട്. ബിയിലും അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബിയിലെ ദ പാത്ത് വാസ് സ്റ്റീപ്പ്. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ഫേൺസ്, ട്രീസ് ആൻഡ് ഡാലിയാസ്. വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. ദ വാട്ടർ വാസ് റീഫ്രഷിങ്. ഇതിൽ രണ്ടെണ്ണത്തിലും പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. ആ സ്ഥലത്തിനെ പറ്റിയിട്ടും വെള്ളം ഒഴുകുന്നതിനെ പറ്റിയിട്ടൊക്കെ, പിന്നെ ആ വെള്ളത്തിനെ കുറിച്ചിട്ടും. പക്ഷേ രണ്ടെണ്ണത്തിലും യൂസ് ചെയ്യുന്ന പദപ്രയോഗങ്ങൾ, ഇപ്പോൾ അവിടെ ഗ്രീൻ ഫേൺസിന് ലഷ് ഗ്രീൻ ഫേൺസ്, അതുപോലെ ഡിസി, വിൻഡിങ് വോൺ, കാറ്റും, അതുപോലെ ഉന്മേഷമായിട്ടുള്ള വെള്ളവും തണുപ്പും, അതൊക്കെ അവർ നന്നായി പറയുന്നുണ്ട്. പക്ഷേ ബിയിൽ അവർ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? നമുക്കറിയാം എ ആണ്. ലിസ്റ്റ് ദ വേർഡ് വിച്ച് ആഡ് ഗ്രേറ്റർ എഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷന് നല്ലൊരു എഫക്ഷൻ കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഒന്നും കൂടി നമുക്ക് ഫീൽ ആവണത് എന്തുകൊണ്ടൊക്കെയാണ്? ആ വാക്കുകൾ ഏതൊക്കെയാണ്? ഡിസി, വിൻഡിങ് വൺ, വൈൽഡ് ഡാലിയ, ഗോൾഡൻ ഹെഡ്, കോൾഡ് ആൻഡ് ഷാർപ്പ്, റീഫ്രഷിങ്. ഈ വേർഡ്സൊക്കെയാണ് ആ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൂടി എഫക്റ്റീവ് ആക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഗ്രീൻ ഫേൺസ്, പച്ച പിടിച്ച് കിടക്കുന്ന ആ നിലങ്ങൾ. പിന്നെന്താ? ട്രീസ്, മരങ്ങൾ. Imagine that after several years, the boy visits the place again. He noticed that the place has changed a lot. That it has become a tourist spot now. What could be the changes? Describe the change in the place in your own words. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ആ കുട്ടി വീണ്ടും ആ സ്ഥലം സന്ദർശിച്ചു. അപ്പോൾ ആ കുട്ടി അവിടെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയേണ്ടത് നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ഇറ്റ് ഹാസ് ബിക്കം, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചായി. അപ്പോൾ ആ പ്ലേസിനെ പറ്റി നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ചിന്തയാണ് കേട്ടോ. ഐ റീച്ച്ഡ് ഹിയർ അഗെയിൻ. ദിസ് പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഞാൻ വീണ്ടും ഈ സ്ഥലത്തെത്തി. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇറ്റ് ഹാസ് ബിക്കം ടൂറിസ്റ്റ് സ്പോട്ട് നൗ. അതൊക്കെ ആ ലൈനിലുണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യനിൽ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കുന്നു, വിദേശികൾക്ക് വരാൻ സഞ്ചരിക്കാനുള്ളൊരു സ്പോട്ട്. തിക്ക്ഡ് ഫോറസ്റ്റ് വാസ് ഫുള്ളി കവേർഡ് വിത്ത് ബിൽഡിംഗ് ആൻഡ് റിസോർട്ട്. ഈ തിങ്ങി നിറഞ്ഞ മരങ്ങളെല്ലാം ഇപ്പോൾ എന്തായി? ഫുള്ളി കവർ ചെയ്തിട്ട് എന്തായി? ബിൽഡിങ്ങുകളും റിസോർട്ടുകളുമായി. ദ ബ്യൂട്ടി ഓഫ് റിവർ ഹാഡ് ഗോൺ. നദിയുടെ ആ ഭംഗി നഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് വിത്ത് വേസ്റ്റ്. മാലിന്യങ്ങളായിട്ട് അത് നിറഞ്ഞു. ഹിയർ മെനി ഗാർഡൻസ് ആൻഡ് പാർക്ക് ആർ മെയ്ഡ്. ഇവിടെ ഒരുപാട് പൂന്തോട്ടങ്ങളും പാർക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ടിംഗ് ഈസ് ആൾസോ അവൈലബിൾ ഹിയർ. ഇവിടെ ബോട്ടിങ്ങും ഉണ്ടായിട്ടുണ്ട്. ദ വില്ലേജ് ഹാഡ് ഡെവലപ്ഡ് വെരി വെൽ ബട്ട് ദ ബ്യൂട്ടി ഓഫ് റിവർ ഹാഡ് ഗോൺ അവേ. ഈ വില്ലേജ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ ആ നദിയുടെ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ആ കുട്ടി അവിടെ വന്നതിന് ശേഷം കുട്ടിക്ക് ചിന്തിച്ചത്. ദ ബോയ് നോട്ടീസ് എ ഫ്യൂ പ്ലക്കാർഡ്സ് ആൻഡ് പോസ്റ്റേഡ് വിത്ത് സ്ലോഗൻ റിട്ടൺ ബൈ ലവേഴ്സ് ഓഫ് നേച്ചർ. റീഡ് ദ സ്ലോഗൻ. 2 സ്ലോഗൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കുട്ടി അത് നോട്ടീസ് ചെയ്തു. വായിക്കാണ് പറഞ്ഞിരിക്കുന്നത്. സേവ് ട്രീ, സേവ് വാട്ടർ. മരങ്ങളെ സംരക്ഷിക്കൂ, വെള്ളം സംരക്ഷിക്കൂ. സേവ് ട്രീ, ഹെൽപ്പ് അസ് ബ്രീത്ത്. മരത്തിനെ സംരക്ഷിക്കൂ, നമ്മളെ ബ്രീത്ത് ചെയ്യാൻ, നമുക്ക് ശ്വസിക്കാൻ സഹായമാകും. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ അബവ് സ്ലോഗൻ. ഈ സ്ലോഗനിൽ എന്തൊക്കെയാണ് മെസ്സേജ് തന്നിരിക്കുന്നത്, അത് നിങ്ങൾ എഴുതിയാൽ മതി. നമുക്കെന്താ? ദ സർവൈവൽ ഓഫ് നേച്ചർ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഹ്യൂമാൻസ്. അതെ, നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് ഈ പ്രകൃതിയെയും കൂടി നിലനിൽപ്പ് ആവശ്യമാണ്. ഇനി 2 നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് കട്ട് ട്രീസ് ആർ ദ ലങ്സ് ഓഫ് നേച്ചർ. അപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ലങ്സ് വെച്ചിട്ടല്ലേ. അപ്പോൾ മരങ്ങളെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, ഓക്സിജന് കുറവാകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സേവ് എർത്ത് ഫോർ യുവർ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കൂ. ലുക്ക് അറ്റ് ദ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. വനനശീകരണത്തിനെതിരെയുള്ള ഒരു പോസ്റ്ററാണ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ, ഡു നോട്ട് കട്ട് ട്രീസ്, നോ ട്രീസ് നോ മാൻ. വാട്ട് ഡു യു സീ ദിസ് പോസ്റ്റർ? റൈറ്റ് ഇൻ ദ ബോക്സ് ഗിവൻ ബിലോ. നിങ്ങൾ ഈ പോസ്റ്ററിൽ എന്താണ് കാണുന്നത് അത് താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിൽ എന്താണ്?
ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക. അപ്പം നമ്മൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അവർക്ക് നേരെ നീട്ടു എന്നാണ് പറയുന്നത്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രീകരണത്തിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? എ ബോയ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ഒരു ആൺകുട്ടി ട്രീമേ ഇരിക്കുന്നുണ്ട്, മരത്തിലും ഇരിക്കുന്നുണ്ട്. എ ഗേൾ ഈസ് ഹഗ്ഗിങ് ട്രീ. ഒരു പെൺകുട്ടി ട്രീനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രീസ് ആർ കട്ടിംഗ് ബൈ ആക്സ്. കുറേ മരങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സ്ലോഗൻസ് എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ, ഡു നോട്ട് കട്ട് ട്രീസ്. അപ്പോൾ എന്താ പറയുന്നത്? വനനശീകരണം നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? ഡോണ്ട് കട്ട് ട്രീസ് എന്ന് പറയുന്നുണ്ട്, മരങ്ങളെ മുറിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ. ഇൻസ്ട്രക്ഷൻ, ഇത് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്താ? ഡോണ്ട് കട്ട് ട്രീസ്, മരങ്ങൾ മുറിക്കരുതെന്ന് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, അറിവ്. മെസ്സേജ് എന്താ? നോ ട്രീസ് നോ മെൻ. അതിൽ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് മരമില്ലെങ്കിൽ മനുഷ്യനില്ല, അതാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്